എന്താ മോനെ നിന്നെ ഞാൻ ഡിന്നറിന് കൂട്ടിയിട്ട് പോവുക. അപ്പോൾ ലാൽസമ്മ ഞാൻ പറഞ്ഞു, ലാൽസാറെ സാറിനെ വെച്ച് ഞാൻ ഒരുപാട് പോക്കറ്റ് മണി ഉണ്ടാക്കിയിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. നല്ല ഫിഗറാണ്. അപ്പം അതിന് വളരെ തമാശയായിട്ട് അപ്പം എനിക്ക് റോയൽറ്റി ഒക്കെ തരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ കുറെ കമൻസ് ഉണ്ട്. നിന്റെ തലയിൽ വരച്ചത് പേന കിട്ടുമോ, അല്ലെങ്കിൽ ബാക്കിൽ വരച്ച പേന കൊണ്ട് എൻ്റെ എവിടെയെങ്കിലും ഒന്ന് പോറുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഒരുപാട് ബോഡി ഷേമിങ് കമൻസ് വരാറുണ്ട്. ഞാനിപ്പോൾ അതിനോടൊന്നും അങ്ങനെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സ്ത്രീകൾ മദ്യപിക്കുന്നതിനെ കുറിച്ച് നല്ല കാര്യമല്ലേ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാമല്ലോ. ഒരുപാട് പെൺകുട്ടികളുടെ മെസ്സേജ് എനിക്ക് അതുണ്ടായിരുന്നു. നല്ല മിക്സിംഗ് ആണ്, ഞങ്ങൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. സമയം കിട്ടിയപ്പോഴേക്കും ഞാൻ പോയി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സത്യം വെളിയിൽ വരുന്ന പറഞ്ഞ സത്യം അത് സത്യം. മദ്യപിച്ചാൽ നമ്മളല്ലാതാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ ഒരു പനി വരുമ്പോ ഒരു JD ഡ്രൈ അടിച്ചിട്ട് പനി മാറ്റാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതുവരെ ഫിറ്റ് ആയിട്ടില്ല. അങ്ങനെ ഞാൻ ഫിറ്റ് ആവാൻ വേണ്ടി കഴിക്കുന്ന ഫിറ്റ് ആവാത്തോണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു. പ്രൊമോഷൻ ആകുമ്പോൾ നമ്മൾ ബ്രാൻഡിങ് ആണല്ലോ, അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ട് പോയിട്ട് കഴിച്ചിട്ട് ഫുഡ് ഇഷ്ടപ്പെടാതെ തിരിച്ചു കൊടുത്ത റെസ്റ്റോറൻറ്റ് വരെയാണ്. ചേട്ടാ ഇപ്പൊ ഓൾറെഡി ഒരു കേസ് വന്നു, ഇനിയിപ്പോ ഇതുപോലൊരു കേസ് വരാന്നുള്ള ഒരു ഇത് ചേട്ടനില്ല? അങ്ങനത്തെ പേടിയൊന്നുമില്ല. എനിക്ക് 3 കേസുണ്ട്. ഇവിടെ ആർക്കും നിയമത്തെ ഒന്നും പേടിയില്ല. ഇവിടെ ചെറിയ വകുപ്പുകളല്ലേ ഉള്ളൂ. ഹലോ എവരിവൺ, ടേണിംഗ് പോയിന്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ബ്രാൻഡിംഗ് കിങ്, ആക്ടർ, ജേർണലിസ്റ്റ്, ഇൻഫ്ലുവൻസർ, നമ്മുടെ സ്വന്തം മല്ലു JD, അതായത് നമ്മുടെ എല്ലാവരുടെയും മുകേഷ് നായർ. ചേട്ടാ വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഇന്ന് നമ്മുടെ ആക്സിഡന്റ് രണ്ടുപേരും വൈറ്റ് ആണ്. ചേട്ടാ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ മല്ലു JD, അതിന്റെ പുറകിലെ കഥയെ കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഒത്തിരി പേർക്ക് അറിയായിരിക്കും, എന്നാൽ ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? അല്ലാതെ ഈ പേര് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പേരല്ല, ആക്ച്വലി ആൾക്കാർ ഇട്ട പേരാണ്. അത് ഞാൻ ഒരു ജാക്ക് ഡാനിയൽസിൻ്റെ ഒരു വീഡിയോ, ഏകദേശം ഞാൻ 2017 ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ജാക്ക് ഡാനിയൽസ് മിക്സിങ്ങിൻ്റെ വിത്ത് ഹണി ലൈം ആൻഡ്, പിന്നെ അത് ആ ഒരു ഐഡിയ അവരെടുത്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ ആ വീഡിയോയിൽ ഇൻസ്പയർഡ് ആയിട്ട് അവർ ആ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്, ജാക്ക് ഡാനിയൽസിൻ്റെ വെബ്സൈറ്റിൽ പോയാലുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് JD ഹണി എന്നുള്ളൊരു പുതിയൊരു ഡ്രിങ്ക് അവർ കൊണ്ടുവന്നു. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ആൾക്കാർ ഒരു ഇൻ്റർനാഷണൽ മദ്യത്തെ കേരളത്തിൻ്റെ തിരുവനന്തപുരത്ത് ചെറിയ മൂലയിരുന്നിട്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി എന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡാണ്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പം മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം കേരളത്തിൽ അത് അന്ന് അത്ര പ്രചാരമല്ലായിരുന്നു ജാക്ക് ഡാനിയൽസ്. ആരും അധികമായിട്ട് അങ്ങനെ ഒരു ബർബൺ ടേസ്റ്റ് ആയതുകൊണ്ടും പിന്നെ JD അത്ര പോപ്പുലർ ബ്രാൻഡല്ല അന്ന് കേരളത്തിൽ. ആ വീഡിയോയിലൂടെ അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയത്. എനിക്കൊന്നൊരു 50-60 മില്യൺ വ്യൂസ് പോയി ആ വീഡിയോ. അപ്പം അതുകൊണ്ട് അങ്ങനെ അന്ന് ഞാൻ ടിക്ടോക്കിൽ സജീവമായിട്ടിരിക്കുന്ന സമയമാണ് എനിക്കത്. അപ്പോൾ ആ ഒറ്റ വീഡിയോയിലൂടെയാണ് ആൾക്കാർ നമ്മളെ അറിയുന്നതും കാണുന്നതും. അപ്പോൾ അതുകൊണ്ട് ആ JD അന്ന് അടിച്ചതുകൊണ്ട് ആ JDയുടെ ആ ഒരു വീഡിയോ കൊണ്ട് ജാക്ക് ഡാനിയൽസ് കമ്പനിയിൽ തന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടായതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവരറിയുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് എനിക്ക് കോൾ വരികയും അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ റെസിപ്പിയെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വലിയ ഇതായി മാറിയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ആൾക്കാരിട്ടുന്നത്. JD എണ്ണൻ, മല്ലു JD അങ്ങനെയൊക്കെ വിളിച്ച് പിന്നെ ആ പേര് ഞാൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ തുടങ്ങിയപ്പം അതിലങ്ങ് ഇട്ടു. ചേട്ടൻ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ ഒരു ലാലേട്ടൻ്റെ ഫിഗർ, ചേട്ടന് ഡിറ്റോ ലാലേട്ടൻ എന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ്റെ പ്രേക്ഷകർക്ക് ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടതും ആ ഒരു ഫിഗർ ചെയ്തുകൊണ്ടും കൂടെ ആയിട്ടാണല്ലോ. അപ്പോൾ ലാലേട്ടൻ എപ്പോഴെങ്കിലും ഒരു അപ്രിസിയേഷൻ അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ ലാലേട്ടൻ്റെ ഫിഗർ ചെയ്തിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഏരീസ് ഗ്രൂപ്പാണ്. അപ്പം നമ്മളാണ് ലാൽ സാറിൻ്റെ വിസ്മയ മാക്സ് സ്റ്റുഡിയോ വാങ്ങിച്ചത്. ഇപ്പോൾ ഏരീസ് വിസ്മയ മാക്സ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നെഗോസിയേഷൻസിന് അല്ലെങ്കിൽ അതിൻ്റെ ഇതിലൊക്കെ ഞാനും ഞങ്ങളുടെ CEO സോൺ റോയ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം അതുവരെ എനിക്ക് ലാലേട്ടനെ ഒരു സിനിമ നടൻ എന്നുള്ള നിലയ്ക്ക് അറിയാവും, പുള്ളിക്ക് തന്നെ തമ്മിൽ അറിയില്ല. അപ്പം അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം ഞാനതിനെ പുള്ളി ഇങ്ങനെ അന്നിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്നിച്ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ, പുള്ളി ഫിഗർ ചെയ്യുന്നുണ്ടോ ഇങ്ങോട്ട് വന്നു ചോദിച്ചു, നിങ്ങൾ മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചാൽ അവർ മുമ്പ് ചെയ്യുന്നു, ഇപ്പോൾ ചെയ്യുന്നില്ല, ഇപ്പോൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ ലാൽ സാറിനോട് പറഞ്ഞു. അപ്പോൾ ലാൽ സാറിന് ഞാൻ പറഞ്ഞു, ലാൽ സാറിനെ വെച്ച് ഞാൻ ഒരുപാട് പോക്കറ്റ് മണി ഉണ്ടാക്കിയിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. നല്ല ഫിഗറാണ്. അപ്പോൾ അങ്ങനെ വളരെ തമാശയായിട്ട് അപ്പോൾ എനിക്ക് റോയൽറ്റി ഒക്കെ തരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ വളരെ ഇതായിട്ടൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി വളരെ ഇങ്ങനെ ചെയ്യുന്ന വളരെ ഇഷ്ടമുള്ള ഒരാളാണല്ലോ പുള്ളി. അത്രയ്ക്കും ആൾക്കാർ പുള്ളി ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, കുറേ പേരുണ്ടല്ലോ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ വളരെ ഷോർട്ട് ടൈം കോളേജ് പഠിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ മേ ബി അത് ആ സമയത്ത് എനിക്ക് ഒരുപാട് ബാക്ക് ആൻഡ് ബാക്ക് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ടായിരിക്കും ഞാനൊരു ഫിഗർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
അത് പെട്ടെന്ന് എനിക്ക് സ്റ്റേജിലേക്ക് കയറുമ്പോഴത്തേക്ക് എളുപ്പം സാധാരണ ഇരിക്കുന്ന മീശ ഒന്ന് ട്വിച്ച് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് റെഡ് റേബൻ ഗ്ലാസ് ഒക്കെ ഷർട്ട് ഗ്ലാസ് വെച്ചിട്ട് റെഡ് ഷർട്ടും വെള്ളം മുണ്ട് കൊടുത്ത് ഇങ്ങനെ തോള് ചരിക്കുമ്പോൾ പെട്ടെന്ന് ആവണം, അല്ലാതെ ഒരുപാട് സമയമൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും അത് കീപ്പ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എവിടേക്കും എപ്പോഴും ഒരു ഹാങ് ഓവർ ബോഡിയിൽ കിടപ്പുണ്ട്. ഇപ്പോഴും അത് വിട്ടു പോയിട്ടില്ല. അത് കുറെ നാളങ്ങനെ ഇതായിരുന്നല്ലേ നമ്മൾ ചെയ്തത്. ലാലേട്ടന്റെ മാത്രമല്ല ചേട്ടൻ ഉമ്മറിന്റെ ഒക്കെ ഫിഗർ, വേറെ ഒത്തിരി ഫിഗേഴ്സ് കുറെ ചെയ്തിട്ടുണ്ട്. ഒരു 10-12 ഫിഗേഴ്സ്, കുറെ സൗണ്ട്. എനിക്ക് കോൺസിക്യൂട്ടീവായിട്ട് ഒരു 25 സൗണ്ട് ഒരുമിച്ച് ചെയ്തിരുന്നു സമയത്ത്, ആണല്ലേ, ഇമിറ്റേറ്റ് ചെയ്തത്. ഇപ്പൊ പക്ഷേ ടച്ചൊക്കെ കുറച്ചൊക്കെ ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ നമ്മളിപ്പോൾ അത് പ്രൊഫഷനായിട്ട് നടക്കുന്നില്ല. അത് പ്രൊഫഷൻ ആയിരുന്ന സമയത്ത് നമ്മൾ ചെയ്തിരുന്നു. അതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി ലാലേട്ടന്റെ സിനിമയിലെ 2 ഡയലോഗ്. അതാണ് എപ്പോഴും നമ്മളിപ്പോൾ ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടാ, എന്തെങ്കിലും 2 ഡയലോഗ് എന്തെങ്കിലും ഒരു 2 വാക്ക് പറഞ്ഞാൽ മതിയോ? മതി. എന്താ മോനെ ഒരു അത് പെട്ടെന്ന് പുള്ളി ചോദിക്കുക, നമ്മളെ ഒരു ഇതില്ലാതെ കാഷ്വലി സംസാരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞു. നമ്മുടെ ജയിലറിലെ ഒരു സാധനം അതാകുമ്പം വളരെ 2 വാക്കല്ലേ ഉള്ളൂ. എന്താ മോനെ നിന്നെ ഞാൻ ഡിന്നറിന് കൂട്ടിയിട്ട് പോവുക എന്നത് പെട്ടെന്ന് ഇത്രയൊക്കെ പറ്റുള്ളൂ. നമ്മളത് പ്രാക്ടീസ്ഡ് അല്ലല്ലോ. ഓക്കെ, ചേട്ടാ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഡിജിറ്റൽ ക്രിയേറ്ററായി, അതിനുശേഷം സിനിമയിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ജേർണിയെ ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? അല്ലാതെ നമ്മൾ എല്ലാവരെ പോലെ എനിക്കും സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. നമ്മൾ കാണാനും അപ്പോൾ ആക്സിഡൻ്റലായിട്ട് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ വിളിച്ച് അങ്ങനെ പോയി ചെയ്യാറുണ്ട്. അപ്പോൾ ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് ഒരു ഹാർഡ് കോർ ഞാൻ പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടിയ ആളാണ്. പിന്നെ ചെയ്ത 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണ് അത് ചെയ്തത്. ഞാൻ MBA ചെയ്യുന്നതും പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസം ചെയ്യുന്നതും വർക്ക് ചെയ്യുന്ന സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ജോലി കിട്ടിയ ഉടനെ തന്നെ ഞാൻ പ്രൊഫഷണൽ ലൈഫിൽ അങ്ങ് സീരിയസ് ആയിട്ട് മാറി. ഈ ഒരു സിനിമാ മോഹം അല്ലെങ്കിൽ മിമിക്രി മോണോക്ട് എല്ലാം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. കാരണം ഫുള്ളി നമ്മൾ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരു പരിപാടിക്ക് ടൈം കിട്ടത്തില്ല. അത് ജേർണലിസ്റ്റും കൂടെ ആയതുകൊണ്ട് ഞാൻ ആദ്യം ഡൽഹിയിലാണ് പോയത്. അപ്പം ഡൽഹി പോയപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം പോയി. അല്ലെങ്കിൽ എനിക്കൊരു ദിവസം 2-3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഫിഗർ ചെയ്യാൻ വേണ്ടി മാത്രം പോകുമായിരുന്നു ഞാൻ. ഫുൾ ട്രൂപ്പിൽ ഒരു ട്രൂപ്പിൽ മെമ്പർ അല്ലായിരുന്നു ഞാൻ. കുറേ ട്രൂപ്പുകളിൽ ഇങ്ങനെ ഫിഗർ ചെയ്യാൻ പോകും. ലാൽ സാറിൻ്റെയും പിന്നെ വേറെ കുറേ ജയൻ അദ്ദേഹത്തിൻ്റെ ഫിഗർ ചെയ്യും. പിന്നെ കുറേ ഫിഗേഴ്സൊക്കെ ചെയ്യും. മൻസൂർ അലിഖാൻ പിന്നെ കുറേ ഫിഗേഴ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിജയകാന്ത് അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അന്ന് പെട്ടെന്ന് വിട്ട് ജോലി കയറിയപ്പോൾ പുള്ളി ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 10 വർഷം മീഡിയയിൽ വർക്ക് ചെയ്തു. അപ്പോഴാണ് എരീസിൽ ജോയിൻ ചെയ്യുന്നത്. എരീസിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരുപാട് ഇൻ്റർനാഷണൽ ട്രാവൽസും ഒക്കെ വന്നത്. അപ്പോഴാണ് പിന്നെ ഈ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. യാത്ര ഒത്തിരി ഇഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും. ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പം ഏതായിരിക്കും? എല്ലാ വർഷവും പോകാൻ പറ്റുന്നതും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോവിഡ് സമയത്ത് മാത്രം പോകാത്തൊരു സ്ഥലം കാൻസ് ആണ്. കാൻസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ എരീസിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ആദ്യമായിട്ട് എനിക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നത്. നോർമലി നമ്മൾ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തൊക്കെ പോകാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ് കാൻസ്. ഒന്ന് ട്രാവലിൻ്റെ എക്സ്പെൻസ്, പിന്നെ രണ്ടാമത് നമ്മളുടെ ഇതിൻ്റെ എക്സ്പെൻസ്, അക്കോമഡേഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ അവിടുത്തെ അതർ എക്സ്പെൻസസും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. യൂറോപ്പിൽ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലേസ് തന്നെയാണ്. അത് എപ്പോഴും പോകാൻ, കാരണം അതങ്ങനെ പോകുന്നു. കാൻസ് ഫെസ്റ്റിവൽ ഒഫീഷ്യലി നമ്മൾ കമ്പനി ഡെലിഗേഷനിൽ പോകുന്നതുകൊണ്ട് അപ്പോൾ എല്ലാ വർഷവും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നത്. എത്ര പോയാലും മതിയാവാത്തൊരു സ്ഥലമാണ്. കാരണം ഓരോ പ്രാവശ്യം പുതിയ ആൾക്കാർ, പുതിയ സ്ഥലങ്ങൾ, പുതിയ സംഭവം. എപ്പോഴും കാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഒരേ സ്ഥലത്താണ്, പക്ഷേ ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഫാമിലി ആയിട്ട് പോകാനാണോ ഫ്രണ്ട്സുമായിട്ട് പോകാനാണോ അത് ഒഫീഷ്യൽ ട്രിപ്പാണ്? ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സോളോ ട്രിപ്പാണ്. സോളോ ട്രിപ്പാണ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ളത്. അതിലാണ് ഒരു പീസ്. സോളോ ട്രിപ്പ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന കുറേ സമയങ്ങളുണ്ടാവും. ഫ്രണ്ട്സുമായിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, ഫാമിലിയായിട്ട് പോകുന്ന എല്ലാം ഇഷ്ടമാണ്. പക്ഷേ സോളോ ട്രിപ്പിന് വേറൊരു ഫീലാണ്, ഒരു പ്രത്യേക മൂഡാണ്. ചേട്ടാ വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പം ഒത്തിരി പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ബോഡി ഷേമിംഗ് എന്നുള്ളത്. അപ്പോൾ ചേട്ടനും ഒത്തിരി കമൻസ് വരാറുണ്ടല്ലോ, അപ്പോൾ അത് ചേട്ടനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യാറ്? എന്തെങ്കിലും പ്രശ്നം വരാറുണ്ടോ? അത് നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ തന്നെ? നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. അത് മേ ബി ഈ ഒരു ബോഡി സൈസ് ഉള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ബോഡി ഷേമിംഗ് കമൻസ് വരാറുണ്ട്. ഞാനിപ്പോൾ അതിനോടൊന്നും അങ്ങനെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനിവിടെ ഒരുപാട് മോഡൽസൊക്കെ റീൽസ് ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിരുന്നു, അവരുടെ വീട്ടിൽ പോയിട്ട് സോറി പറയിപ്പിച്ചൊരു. ഞാൻ അവന് വീട്ടിൽ പോയി എടുത്തിട്ട് വന്നു. കാരണം പോലീസിലൊന്നും കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു റിസൾട്ടൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ തന്നെ പോയി എടുക്കേണ്ടി വന്നു. കാരണം അത് കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയെ വല്ലാതെ ഹർട്ട് ചെയ്തു അങ്ങനെ കമൻസ്. അത് ഭയങ്കര വൾഗർ കമൻറ്റുമായിരുന്നു, ഭയങ്കര മോശം കമൻറ്റായിരുന്നു. അത് നമുക്കൊരു
ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവര് അത് നമുക്ക് അങ്ങനെ കമന്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കമന്റ് ആയിരുന്നു. അപ്പം പിന്നെ അതുകൊണ്ടാണ് പോയി എടുത്തത്. അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പം കുറേയൊക്കെ ഒരു കുറവുണ്ട് കേട്ടോ. ആൾക്കാർ കുറെ അത് മദ്യപിച്ചുകൊണ്ടാണ് കമന്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വേറൊരു ലെവലിലോട്ട് മാറും എന്നുള്ളതിനോട് എത്രത്തോളം ശരിയുണ്ട്? ചേട്ടൻ അത്യാവശ്യം കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മദ്യപിച്ചാൽ നമ്മളല്ലാതാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല. അല്ല, നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറെ മോശം കാര്യങ്ങൾ പുറത്ത് വരുമായിരിക്കും, അത്രേ ഉള്ളൂ. അല്ല നമ്മളല്ല, നമ്മളെപ്പോഴും രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സത്യം വെളിയിൽ വരുന്നത് പറഞ്ഞ സത്യം അത് സത്യമായിരിക്കും. ആണ്. ചേട്ടൻ അങ്ങനെ ഒരു അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ ഉള്ള കാര്യം പറയുന്നത് ഓപ്പൺ അപ്പ് ആവും. ഒപ്പടൊപ്പം ആവുന്നതാണ് വിശ്വാസം. അല്ലാതെ നമ്മളല്ലാതെ വേറൊരാളാവാന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം നമ്മളുടെ ഉള്ളിലെ ബാലൻകെ നായർ ഉണർന്നു എന്നൊക്കെ പറയുന്നത് അത് മേ ബി അതായിരിക്കും. അല്ലാതെ വേറൊരാളായി നമുക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. നമുക്കുള്ളിൽ കിടക്കുന്ന വാക്കുകൾ നമ്മളെ മെമ്മറിയിലും ബ്രെയിനിലും ഫീഡ് ചെയ്ത സംഭവമല്ലേ അവൻ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരാളല്ലല്ലോ. മദ്യപിച്ചപ്പം അത് കുറെ കൂടെ ഒന്ന് ഇത് ചെയ്തത്. മദ്യം എപ്പോഴും എനർജിയും അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സും ബൂസ്റ്റ് ചെയ്യും. കാരണം ബ്ലഡ് പമ്പ് ചെയ്യുന്നത് കൂട്ടും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കുറേ കാര്യങ്ങൾക്ക് മരുന്നിന് പോലും മദ്യം ഉപയോഗിക്കാറുണ്ടല്ലോ. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മരുന്നാണ് മദ്യം എന്നാണ് പറയുന്നത്. ചേട്ടൻ ഒരു പനി വരുമ്പോൾ ഒരു JD ഡ്രൈ അടിച്ചിട്ട് പനി മാറ്റാറുണ്ടെന്ന് ഒരു ഇത് കേട്ടിട്ടുണ്ട്. പിന്നെ എത്ര കഴിച്ചാലും ഫിറ്റ് ആവില്ല എന്നൊരു ഇത്, അതിന്റെ വലിയ രഹസ്യം. ഇല്ല, ഇതുവരെ ഫിറ്റ് ആയിട്ടില്ല. അങ്ങനെ ഞാൻ ഫിറ്റ് ആവാൻ വേണ്ടി കഴിക്കുന്ന അങ്ങനെ ഫിറ്റ് ആവാത്തോണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതുവരെ ഫിറ്റ് ആയിട്ടില്ല. ഇനി എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുവരെ ഫിറ്റ് ആയിട്ടില്ല. ചേട്ടാ, നമ്മുടെ ചേട്ടൻ്റെ ഈ ഹേറ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഈ ഹേറ്റേഴ്സ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് ഹേറ്റേഴ്സിനോട് എപ്പോഴും നന്ദിയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലും അവരെക്കാൾ ബെറ്റർ ആണെന്ന് തോന്നുന്നുകൊണ്ടാണ് അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്നത്. ട്രോൾസിനെ എങ്ങനെ പ്രതികരിക്കും? ട്രോൾസ് ആണ് നമ്മളെ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതെന്ന് എൻ്റെ വിഷയം. കാരണം ഹേറ്റേഴ്സ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളോട് എന്തുകൊണ്ടാണ് അവർക്ക് ദേഷ്യം തോന്നുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് പൊതുവെ ദേഷ്യം തോന്നുന്നത്. അപ്പം അത് കമൻസിലൂടെ ആയാലും ചിലരൊക്കെ നേരിട്ടും പറയാറുണ്ട്. നേരിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു. അപ്പോൾ എനിക്കൊരു വളരെ ഈയിടയ്ക്ക് ഓർമ്മ വന്നൊരു കാര്യം, എനിക്കൊരു എക്സൈസ് 3 കേസുണ്ട്. ഈ ബാറിൻ്റെ പ്രൊമോഷൻസ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വന്ന 3 കേസുണ്ട്. അപ്പോൾ ഒരു എക്സൈസിലൊരു ടോപ്പ് ഒഫീഷ്യലിൻ്റെ അടുത്ത് ഞാൻ മൊഴിയെടുക്കാൻ വിളിച്ച കേസ്, പെറ്റി കേസാണ്. ഇറ്റ്സ് ഓൾ സിമ്പിൾ പെറ്റി കേസസ് ആണ്. പോയപ്പം പുള്ളി പറയുന്നത്, പുള്ളി ആ നാട്ടിലെ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയാണ്, PSCയിൽ ടോപ്പ് റാങ്ക് ഹോൾഡറാണ്. അങ്ങനെ പുള്ളിക്ക് എക്സൈസിൽ ജോലി കിട്ടി. ഫസ്റ്റ് ലിസ്റ്റിൽ 10 പേരിൽ ഒരാളായിരുന്നു. ഇപ്പോൾ റിട്ടയർ ആവാറായി. അപ്പോൾ പുള്ളി കല്യാണം കഴിച്ചു. 2 മക്കളും, ഒരാൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ഒരാൾ മെഡിസിന് പഠിക്കുന്നു. പുള്ളി എന്നോട് പറയുന്നത്, ഭായി ഞാൻ ഇതുവരെ ജാക്ക് ഡാനിയൽസ് കഴിച്ചിട്ടില്ല ഭായി, നിങ്ങൾ സ്ഥിരം അത് വെച്ച് അമ്മാനമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ ഞാൻ ഭയങ്കര സക്സസ് ആണ്. പുള്ളി പറയുന്നത്, പുള്ളിയെക്കുറിച്ച് പറയാം. പുള്ളി പഠിക്കുമായിരുന്നു, സ്കൂൾ ടോപ്പറാണ്, ഇപ്പം എക്സൈസിൽ നല്ലൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, റിട്ടയർ ആവാറായി. പുള്ളി ഇപ്പം ഒരു എക്സൈസ് സ്റ്റേഷനിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഓഫീസറാണ് പുള്ളി ഇപ്പോൾ, ബേസിക് തസ്തികയിൽ കയറിയിട്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്യുന്നു, നിങ്ങൾ ഇത്രയും പല വെറൈറ്റി മദ്യം കാണിക്കുന്നു, എക്സ്പെൻസീവായിട്ടുള്ളത് മുതൽ. അപ്പോൾ അതൊക്കെ ഒരു സാധാരണക്കാരിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരിൽ ദേഷ്യം ഉണ്ടാക്കും എന്ന് പുള്ളി എന്നെ പറയുന്നതാണ്. നമുക്കത് എനിക്ക് പറ്റുന്നില്ലല്ലോ. അത് ഞാൻ ഇത്രയും സക്സസ് ആണ് എൻ്റെ ലൈഫിൽ, എനിക്ക് സർക്കാർ ജോലിയുണ്ട്. അപ്പോൾ അത്തരം അതിൽ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ കണ്ടത്, നെഗറ്റീവായിട്ട് പറഞ്ഞല്ലേ. അപ്പോൾ അതാണ് പുള്ളി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഇത്തരം വീഡിയോകൾ ഇടുമ്പോൾ കേസുകൾ ഇനിയും വരും, പലർക്കും അതിൽ ഫ്രസ്ട്രേഷൻ തോന്നും, പലരും ഇതിനെ ടിപ്പ് ഓഫ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയാം. അപ്പോൾ എനിക്കതിൽ വളരെ അദ്ദേഹത്തെ പോലെ ഒരാളങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കി. നമ്മൾ നോക്കുമ്പോൾ പുള്ളി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ. പുള്ളിക്ക് അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്യുമ്പം ഹേറ്റേഴ്സ് ഉണ്ടാവും, അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പക്ഷെ എനിക്കൊന്ന് അവർക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് അവർ ചിന്തിക്കുന്നത് നമ്മൾ അവരെക്കാളും ബെറ്റർ ആണെന്ന് ഒന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും നമ്മുടെ ദേഷ്യം അവനെന്തോ കാണിക്കട്ടെ, നമ്മൾ എന്താണ് അവരൊരു ഇത് തോന്നുന്നത് നമ്മളെങ്ങനെ എന്തോ ആണ് എന്നൊരു തോന്നൽ വരുമ്പോൾ അവർ ഹേറ്റ് വരുന്നത്. അതിൻ്റെ കമൻസിൽ തന്നെ ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്. രസമുള്ള കുറേ കമൻസ് ഉണ്ട്. നിൻ്റെ തലയിൽ വരച്ചത് പേന കിട്ടുമോ, അല്ലെങ്കിൽ ബാക്കിൽ വരച്ച പേന കൊണ്ട് എൻ്റെ എവിടെയെങ്കിലും ഒന്ന് പോറുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. കാരണം കുറേ മോഡൽസൊക്കെ വീഡിയോ ചെയ്യാൻ വരാറുണ്ട്. കാരണം അവർക്കും നമ്മൾ ചെയ്യാനുള്ള കംഫർട്ട് ഉള്ളതുകൊണ്ടാണ് അവരൊക്കെ വീണ്ടും വീണ്ടും വരുന്നത്. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നവർ എല്ലാവരും 1 വീഡിയോ 2 വീഡിയോ എന്നുള്ള ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാർ, ചെയ്തവരെല്ലാവരും അങ്ങനെയാണ്. അപ്പം അവർക്കൊരു കംഫർട്ടോ അല്ലെങ്കിൽ അവർ ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും അവർ പിന്നീട് നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്യില്ലല്ലോ. ചേട്ടാ, ഇപ്പം 1000+ ഇനോഗ്രേഷൻ ചെയ്തിട്ട് വേൾഡ് റെക്കോർഡ് ന്യൂഡിയനിൽ ചേട്ടൻ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ സന്തോഷം പ്രേക്ഷകരായിട്ടൊന്ന് പങ്കിടാവോ?
അത് എന്താണ് നമ്മളെ വിശ്വസിച്ചാണല്ലോ ആൾക്കാരിങ്ങനെ ഒരുപാടൊന്നും വിളിക്കുന്നത്. അപ്പം ആ ഒരു വിളിച്ചവരോടാണ് എൻ്റെ ഒരു സന്തോഷം. ആ ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുള്ള ഒരു സംഭവം അത്. പിന്നെ അതുപോലെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് അതിനൊരു ഇതാണ്. നമ്മുടെ ഫ്രണ്ട്സാണ് അതിനൊരു റീസണായിട്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് അങ്ങനെ അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുത്തത്. കാരണം അവരിതൊരു നമ്മളുടെ ഇനോഗ്രേഷൻസിൻ്റെ നമ്പേഴ്സും അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് വീഡിയോസൊക്കെ ചോദിച്ചപ്പം കൂടെ നിന്ന് അവരിരുന്ന് എല്ലാം തപ്പിയെടുത്ത് അയച്ചു കൊടുത്ത്. കാരണം എന്നെ കൊണ്ട് മാത്രം അത് പറ്റില്ല. കാരണം ബാക്ക് ഫെയിൽ ഒരുപാട് പോകണം. നമ്മളിപ്പം ഡെയിലി 3-4 ചെയ്യുമ്പം എല്ലാം നമ്മൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നതുകൊണ്ട് അതൊരു ഭാഗ്യമായി. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ആക്കുന്നതും അപ്പൊ ഇത്രയും പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ജെനുവിൻ ആണോ എന്ന് ചേട്ടൻ വിലയിരുത്തിയിട്ട് തന്നെയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഞാനിപ്പം എന്തോ ചെയ്ത പ്രൊമോഷനേക്കാൾ കൂടുതൽ ചെയ്യാത്ത പ്രൊമോഷൻസ് ഉണ്ട് എനിക്ക്. ഞാൻ വിട്ട് കളഞ്ഞോ ചെയ്യാതിരുന്ന കുറേ പ്രൊമോഷൻസ് ഉണ്ട്. ചില എന്താ പറയുക, ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി പ്രൊമോഷൻ എല്ലാം നമ്മൾ ചെയ്യാമെന്ന് സമ്മതിച്ച്, ഈവൻ പ്രൊമോഷൻ ആകുമ്പോൾ നമ്മൾ ബ്രാൻഡിങ് ആണല്ലോ, അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ട് പോയിട്ട് കഴിച്ചിട്ട് ഫുഡ് ഇഷ്ടപ്പെടാതെ തിരിച്ചു കൊടുത്ത റെസ്റ്റോറൻറ്റ് വരെ ഉണ്ട്. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ വേറെ ആരെങ്കിലും, പക്ഷെ നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യാറുണ്ട് അതിന്. പക്ഷെ അപ്പം നമ്മളിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണല്ലോ. കാരണം നമ്മൾ അത് കൊടുക്കാത്തതെന്ന് പറയുന്നത് വേറൊരാളത് ഇടുമ്പം അല്ലെങ്കിൽ നമ്മൾ അത് കണ്ടിട്ട് പോയി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോയി കഴിക്കുമ്പം, നമുക്കും വീട്ടിൽ കുട്ടികളുള്ളതാണ്, അല്ലെങ്കിൽ അമ്മയുണ്ട്, എല്ലാവരും ഉള്ളു, ബ്രദർ എല്ലാവരും ഉള്ളതാണ്. അപ്പം മോശം ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ക്രൈമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഭക്ഷണത്തിന്റെ ടേസ്റ്റിലൊക്കെ ഒത്തിരി മായം ചേർക്കുന്നുണ്ടല്ലോ ഫുഡ്. തീർച്ചയായിട്ടും അതിന് ഭയങ്കര പ്രശ്നമാണ് നടക്കുന്നത്. അതിന് അതോറിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഹോട്ടലുകാർ എൻ്റെ അഭിപ്രായത്തിൽ അവരെ കൃത്യമായി സ്ക്രൂട്ടണി ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മായം ചേർക്കാനുള്ള ധൈര്യം കാണിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ UAE പോയി വീഡിയോ ചെയ്യുന്നത്, അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവൻ്റെ കാര്യം തീർന്നു. പിന്നെ ജീവിതം ഇവിടെ ആർക്കും നിയമത്തെ ഒന്നും പേടിയില്ല. ഇവിടെ ചെറിയ വകുപ്പുകളല്ലേ ഉള്ളൂ. 6 ദിവസം 7 ദിവസം അടച്ചിടുന്നു, അത് കഴിയുമ്പോൾ പുതുതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ തന്നെ എത്ര റെസ്റ്റോറൻ്റ് ഉണ്ട്, എത്ര പ്രാവശ്യം ആൾക്കാർ വരെ മരിച്ചു പോയിട്ട് വീണ്ടും റീഓപ്പൺ ചെയ്യുന്ന ഒത്തിരി റീഓപ്പൺ ചെയ്തത്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ എന്നെ പ്രൊമോഷൻ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഇതുപോലെ ഷവർമ്മ, ഞാൻ ബ്രാൻഡ് പറയാൻ പറ്റില്ല, അപ്പോൾ അവർ പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു മോശം പേരുള്ളത് കൊണ്ടാണ് ഞാൻ പ്രൊമോഷൻ എനിക്കൊരു വന്നപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ കുറേ നെഗറ്റീവ്സ് ഒക്കെ ആയിട്ടുള്ളത്, അവരിപ്പോൾ എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ അല്ലെങ്കിൽ പ്രൊമോഷനായിട്ട് അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിങ് അങ്ങനെയുള്ള ക്ലയൻസ് വേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ അങ്ങനെ ഒരു തീരുമാനത്തിൽ തന്നെ. അങ്ങനെയുള്ള ക്ലയൻസ് വേണ്ട, അങ്ങനെ തീരുമാനത്തെ ഉറച്ച് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്ലയൻസ് വേണ്ട നമുക്ക്. അതിനേക്കാളും എത്രയോ ഭേദമാണ്. വളരെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആംബിയൻസ് ഒന്നും കാണത്തില്ല, വളരെ ചെറിയ 2 മേശയും കസേരയും, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, ടേസ്റ്റും വൃത്തിയും കാണും, ഭയങ്കര ഹൈജീൻ ആയിരിക്കും. ഈ ചെറിയ കടകളിലൊക്കെ ഉള്ള ഒരു മെയിൻ കാര്യങ്ങൾ നല്ല വൃത്തികൾ, അത്യാവശ്യം നല്ല വലിയ കടകളിലും വൃത്തിയുള്ള കടകളുണ്ട്, പക്ഷേ ഭയങ്കര ഫ്രഷ് ഫുഡ് ആയിരിക്കും. അങ്ങനത്തെ വലിയ വലിയ ഹോട്ടൽസിലാവുമ്പോൾ കുറച്ച് പഴകിയ ഭക്ഷണമാണെങ്കിൽ അതും അവരുടെ കുഴപ്പമില്ല. അവർ ഈ ഫ്രോസൺ ചെയ്യുക എന്നുള്ളത്, ഈ ഇപ്പം നമ്മളിപ്പം ഏത് ഹോട്ടലിൽ പോയാലും ഫിഷ് ഫ്രോസൺ ചെയ്ത് വെക്കാതെ വേറെ നിർവാഹമില്ല. അതാണ് ഇതിൻ്റെ ഒരു. പിന്നെ ഇവിടെ ഇപ്പോഴും ഫ്രീസർ ഇല്ലാത്ത റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് തിരുവനന്തപുരത്ത്. എനിക്ക് എണ്ണി പറഞ്ഞുതരാൻ പറ്റും 5-6 റെസ്റ്റോറൻറ്റ്സ് ഇപ്പോഴും ഫ്രീസർ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട് അവർ ഉപയോഗിക്കുന്നില്ല? അവർ ഫ്രോസൺ ഫുഡ് വെക്കുന്നില്ല, അവർ ഫിഷ് ഫ്രോസൺ ചെയ്ത് വിൽക്കത്തില്ല. എനിക്കറിയാമെന്നുള്ളൊരു കടയാണ്, അവർക്ക് നല്ല മീൻ കിട്ടില്ല, അവർ കട തുറക്കത്തില്ല. ട്രിവാൻഡ്രത്ത് ഒരു ചെറിയ കടയാണ്, ഒരു നമ്മൾ ഈ ഇരിക്കുന്ന സ്പേസേ ഉള്ളൂ, ഒരു കാർ ഷെഡിൽ അവർ കട നടത്തുന്നുണ്ട്. അവർക്ക് ഞാൻ ചില ദിവസം കട തുറക്കത്തില്ല, വിളിക്കുമ്പോൾ കടയില്ല. ഞാൻ കഴിക്കാൻ പോകുമ്പോൾ എന്തുറ്റി അല്ല ഇന്ന് മീൻ കിട്ടിയില്ല, ഇന്നലെ രാത്രി തലേ ദിവസത്തെ മീനാണ് വന്നത്, അത് കൊള്ളത്തില്ല, അത് കൊടുത്താൽ അവർ നല്ല മീൻ കിട്ടിയില്ല, അവർ കട തുറക്കത്തില്ല. ചില ബാലരാമ അടുത്ത് അവണകോഴിയിലൊരു മാമൻ്റെ കടയുണ്ട്, പുള്ളിയാണെങ്കിൽ നാടൻ കോഴി വിൽക്കുന്ന ആളാണ്. അയാൾക്ക് നാടൻ കോഴി കിട്ടിയില്ലെങ്കിൽ കട തുറക്കത്തില്ല. അങ്ങനത്തെ കുറേ വാശിയുള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് എന്ത് കോഴി കിട്ടിയാലും മതി, അല്ലെങ്കിൽ മട്ടണിൽ ബീഫ് മിക്സ് ചെയ്യുന്ന കടകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ട്. 2 തരം ആൾക്കാർ എപ്പോഴും. ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സാധാരണമാണ്. 2 എക്സ്ട്രീം കോസ്മോപൊളിറ്റൻ കൾച്ചറാണ്. ചേട്ടാ അപ്പോൾ ചോദിക്കട്ടെ, ചേട്ടൻ്റെ ഈ ഒരു ജേർണിയിൽ ചേട്ടനെ രസിപ്പിച്ചതും അതുപോലെ തന്നെ വിഷമിപ്പിച്ചതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ കൂടുതലും നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാവാറുള്ളൂ. കാരണം എനിക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ എന്ന് പറയാനുള്ളത്, നമ്മൾ പോയി ഇനോഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്ത ഒരു ചെറിയ ഷോപ്പ്. അപ്പം അത് കുറേ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എനിക്കെടുത്ത് പറയാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നൊരു ട്രിവാൻഡ്രം ശാസ്ത്രംകുളത്ത് കലക്കാച്ചി എന്ന് പറഞ്ഞ ഒരു ചെറിയ കടയുണ്ട്. പറഞ്ഞില്ലേ നല്ല മീൻ കിട്ടില്ല, അവർ കട തുറക്കത്തില്ല, ഒരു അമ്മയും മോളും നേരുന്നതാണ്. അപ്പോൾ ഞാനത് എനിക്കൊന്ന് 1 വർഷം മുമ്പ് ഇനോഗ്രേറ്റ് ചെയ്യാം, 1 വർഷത്തിൽ കൂടുതലാവും. അപ്പോൾ അവരിപ്പം ചെറിയ എനിക്കൊന്നൊരു 300 സ്ക്വയർ ഫീറ്റിൽ ഒരു 3000 വലിയ റെസ്റ്റോറൻറ്റിലേക്ക് അവർ മാറുകയാണ്. അടുത്ത ആഴ്ച അത് ഞാൻ തന്നെയാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം
അത് ആ ഒരു മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് നല്ല ഫുഡ് മാത്രം കൊടുത്തത് ഒരു വലിയ റെസ്റ്റോറൻറ്റ്, ചെറിയ ഒരു 300 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഒരു 3000 സ്ക്വയർ ഫീറ്റിലേക്ക് മാറുന്ന ഒരു വർഷത്തെ ടൈം എന്ന് പറയുന്നത്. അത് നമ്മളത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, നമ്മൾ അവരുടെ നല്ല ഫുഡ് കൊടുത്തുകൊണ്ടും കൂടെയാണ്. എനിക്കതിൽ പോസിറ്റീവായിട്ട് തോന്നിയത് ഈ ഒരു വർഷത്തിന് ഇടയ്ക്കാണ് അതിനെ ഓൺ ചെയ്യുന്നൊരു കുട്ടി വീട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് ഹൗസ് മമ്മീനെ എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊരു കാർ എടുത്തു, അപ്പോൾ അതിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യാൻ എന്നെയാണ് വിളിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. നമ്മളുമായിട്ട് വ്യക്തിപരമായി അങ്ങനെ വേറെ ബന്ധമൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഇതിനൊക്കെ നമ്മളെ ഫാമിലിയുടെ ഭാഗമായിട്ട് കണ്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വെച്ചാൽ വണ്ടി ഇറക്കുകയാണ്, ചേട്ടന് സൗകര്യമുള്ളൊരു ദിവസം പറയുമോ എനിക്ക് അന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന ദിവസം വണ്ടി ഇറക്കണേ വരണമെന്നല്ല പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. അതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ സന്തോഷമായിട്ടുള്ളത്. ചേട്ടാ ഫാമിലിയെ കുറിച്ച് ചോദിക്കാണല്ലോ, വീട്ടിൽ ആരൊക്കെയുള്ള? വീട്ടിലെ അമ്മ, ഞാനും മോള്, വൈഫ്. ഓക്കെ. അപ്പോൾ ഈ തിരക്കുകളുടെ ഇടയിൽ ഒരു ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടാറുണ്ടോ? ഫാമിലി ടൈം ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും. ഫാമിലി പേഴ്സൺ ആണോ ചേട്ടൻ? ഫാമിലി പേഴ്സൺ. പക്ഷേ ഞാൻ ഫാമിലി ലൈഫ് ഭയങ്കര പേഴ്സണലാണ്. ഞാനിപ്പോൾ അങ്ങനെ അതിൻ്റെ ഞാനിപ്പം അങ്ങനെ മോളും വൈഫും അങ്ങനെയായിട്ടുള്ള വീഡിയോസ് അങ്ങനെയൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഞാൻ സജീവമായി ഇടാറില്ല. അവർക്കും താല്പര്യം ഇല്ല എന്നുള്ളതാണ്. ഫാമിലി എപ്പോഴും പേഴ്സണലാണല്ലോ, പേഴ്സണൽ ലൈഫാണല്ലേ. പേഴ്സണൽ ലൈഫ് നമുക്ക് മേ ബി നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ കൂടുതൽ ആൾക്കാർ കാണാനും കൂടുതൽ റീച്ച് കിട്ടാനും ഒക്കെ ഭയങ്കര സാധ്യത ഉള്ളതാണ്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഫാമിലി ലൈഫ് ഈസ് ഫാമിലി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയങ്കര. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുന്നവരോടൊക്കെ അവരുടെ വീഡിയോസ് ഒക്കെ ചേട്ടൻ കാണാറുണ്ട്? അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരുടേതായ ചിന്താഗതിയും സ്വാതന്ത്ര്യം ഉള്ളതല്ലേ. ഞാനിപ്പം ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇടാറുണ്ട്, ട്രാവലിൻ്റെ വീഡിയോ ഇടാറുണ്ട്, മദ്യപിക്കുന്ന വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ ലൈഫ് സ്റ്റൈൽ അതാണ്, അത് നമ്മൾ കാണിക്കുന്നതെന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ അകത്തൊന്നും ഹിപ്പോക്രസിയോടുകൂടി ഒളിച്ചു വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കണ്ട ആൾക്കാർ എന്നെക്കുറിച്ച് മോശം വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറില്ല. അവരെന്തോ വിചാരിച്ചോട്ടെ എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ചേട്ടാ ഇപ്പോൾ ഓൾറെഡി ഒരു കേസ് വന്നപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലൊരു കേസ് വരിക എന്നുള്ള ഒരു ഇത് ചേട്ടനില്ല? അങ്ങനത്തെ പേടിയൊന്നുമില്ല. എനിക്ക് 3 കേസുണ്ട്. ഞാൻ കേസ് വന്നതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ബാറ് ദുബായിൽ 3 സ്റ്റാർട്ട് ചെയ്തത്. 4 കേസ് വന്നാൽ 4 ബാർ തുടങ്ങും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മളിവിടെ നാട്ടിൽ ശ്രമിക്കുമ്പം നാട്ടിൽ തന്നെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നാട്ടിലെ നിയമങ്ങൾ വേറെ ഒരു രീതിയിലുള്ള നിയമങ്ങളാണ്. അത് ഇപ്പോൾ UAE പോകുമ്പം അതൊരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലല്ലോ, അതൊരു രാജഭരണം ചെയ്യുന്നൊരു രാജ്യമാണല്ലോ. അവിടുത്തെ സ്വാതന്ത്ര്യവും അവിടെ ഒരു ബാർ നമ്മൾ തുടങ്ങിയാൽ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നതും അത് പ്രൊമോട്ട് ചെയ്യുന്നതും തെറ്റല്ല. ഇവിടെ എനിക്കെതിരെ വരുന്ന ഫസ്റ്റ് കേസ്, ഞാനൊരു ബാർ ഇനോഗ്രേഷൻ ചെയ്തു. അപ്പോൾ അവർ ഇനോഗ്രേഷൻ ചെയ്യുമ്പം ഇനോഗ്രേഷനും പ്രൊമോഷനും കൂടെയാണ് അവരെനിക്ക് പൈസ തരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കണ്ടേ. ആ വീഡിയോ ഇട്ടപ്പോൾ അതിനെതിരെയാണ് ഫസ്റ്റ് കേസ് എടുത്തത്. ബാർ ഇനോഗ്രേറ്റ് ചെയ്തത്, അത് പ്രൊമോട്ട് ചെയ്തത്. ഒരു 55HA എന്ന് പറഞ്ഞിട്ട് അബ്കാരി ആക്ട് പ്രകാരമുള്ള ഒരു പെറ്റി കേസാണ്. ഇറ്റ്സ് നോട്ട് എ ക്രിമിനൽ ഒഫൻസ് ഒന്നുമല്ല, വേറെ തെറ്റായിട്ടൊന്നും ചെയ്ത് സർക്കാർ വിൽക്കുന്ന സാധനമല്ലേ. അപ്പോൾ മദ്യത്തിന് പരസ്യം കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പം ചാനലായാലും പത്രമായാലും മദ്യം എന്നൊരു 1,00,000 പ്രാവശ്യം ഒരു ദിവസം പറയാറില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ആ ഒരു ബാറിനെ കുറിച്ച് പറഞ്ഞപ്പം സ്പെസിഫൈ ചെയ്ത് കംപ്ലയിൻറ്റ്സ് പോയാൽ അവർക്ക് ആക്ഷൻ എടുക്കും. അപ്പം എനിക്ക് തോന്നുന്നു മറ്റുള്ള ബാറുകാർ ഈ ഒരു ബാറിൽ ആ ഒറ്റ ഇനോഗ്രേഷൻ കൊണ്ട് സെയിൽ ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോഴും ആ ബാറിൽ നമുക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ടേബിൾ റിസർവ് ചെയ്യണം. ആ ഒരു ക്രൗഡുണ്ട് ഇപ്പോഴും ആ ബാറിൽ. അത് ആ ഒരു ഇമ്പാക്റ്റാണ്. ആ ഇനോഗ്രേഷൻ നമ്മൾ വലിയ ഇനോഗ്രേഷനും പിന്നെ ആ വീഡിയോ ഭയങ്കര വൈറലായി. അത് ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ ബാർ ഇനോഗ്രേഷൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആകുമ്പോൾ ഫ്രീഡം ഉണ്ടല്ലോ, നമ്മളോട് വരണമെന്ന് പറയുന്നു, നമ്മൾ നോ പറയില്ല എന്തായാലും. അവർ നമ്മൾ പർപ്പസ്ഫുള്ളി കൊണ്ടുവന്നല്ല. സ്ത്രീകൾ മദ്യപിക്കുന്നതിനെ കുറിച്ച് നല്ല കാര്യമല്ലേ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ കഴിക്കാമല്ലോ. എൻ്റെ കൂടെ ഒരുപക്ഷെ ഞാൻ എന്താ പറയുക, ഞാൻ JD വീഡിയോ ഹണി മിക്സിങ് വീഡിയോ വൈറലായപ്പം ഒരുപാട് പെൺകുട്ടികളുടെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നല്ല മിക്സിങ് ആണ്, ഞങ്ങൾ ചെയ്ത് നോക്കി, ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. സമയം കിട്ടിയപ്പോഴൊക്കെ ഞാൻ പോയി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, ഒരു ക്വിക്ക് റാപ്പിഡ് ഫയർ. ചേട്ടൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മിഡ് നൈറ്റ് ക്രേവിങ്സ് വരുമ്പോൾ ചേട്ടന് കഴിക്കാൻ തോന്നുന്ന ഫുഡ്? എനിക്ക് ദോശ, രസവട, അങ്ങനത്തെ നാടൻ ഫുഡാണ് കൂടുതൽ ഇഷ്ടം. ഈ ഓംലെറ്റ്, പപ്പടം, അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ചമ്മന്തി, മുളക് കറി, ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു കോംബോ ഉണ്ട്. അത് ജങ്ക് ഫുഡ് കഴിക്കുന്ന കുറവാണ്. ജങ്ക് ഫുഡിനോട് താല്പര്യം വളരെ കുറവാണ്. ഇഷ്ടമാണ് ചിലതൊക്കെ, പക്ഷേ എനിക്ക് നാടൻ ഭക്ഷണമാണ് എൻ്റെ എക്സ്ട്രീം ഇഷ്ടമാണ്. ഒരു ഡേറ്റിന് പോകുമ്പോൾ കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫുഡ് എന്ന് ചേട്ടന് തോന്നുന്നു? ഡേറ്റിന് പോകുമ്പോൾ കഴിക്കാൻ പറ്റിയത് എന്താണ് പറയുന്നത്, അതൊരു സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക്
എന്താണ് നമ്മളിപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു കഫേയിലാണ് പോകുന്നതെങ്കിൽ അവിടെ പോയിട്ട് ഒരു പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവർ, എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ചോക്ലേറ്റ്സാണ്. ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബ്രൗണിയോ അല്ലെങ്കിൽ അതുപോലുള്ള കേക്ക്സും അല്ലെങ്കിൽ പേസ്ട്രീസൊക്കെയാണ് കൂടുതൽ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. ഞാനാണെങ്കിൽ വല്ല ചായക്കടയിൽ പോയിട്ട് വല്ല നാടൻ ചായയോ ഒരു വത്സനമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതാണ് എൻ്റെ ഇഷ്ടമുള്ള ഒരു വിയേർഡ് കോമ്പിനേഷൻ ഓഫ് ഫുഡ്. ഇഷ്ടമുള്ള ഞാനങ്ങനെ വിയേർഡ് കോമ്പിനേഷൻസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വിയേർഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഈ ചില ആൾക്കാർ ഈ നമ്മുടെ ഈ ഫിഷിൻ്റെ കൂടെ സ്വീറ്റ് ചെയ്തുള്ള ഫിഷ് നമ്മൾ തായ്ലാൻഡിലൊക്കെ പോകുമ്പോൾ അത് ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നു. ഫിഷ് സ്വീറ്റായിട്ട് കഴിക്കുന്നത് അത് ഫേവറേറ്റ് ആണ്. അയ്യോ ഇല്ല, അങ്ങനെയല്ല, കഴിച്ചപ്പോൾ ഇഷ്ടം തോന്നി, പക്ഷെ അത് ഫേവറേറ്റ് ആക്കാനൊന്നും പറ്റില്ല. വിയേർഡിൽ ഇഷ്ടമുള്ളത് അതേ പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഫിഷിൽ മധുരം നമ്മൾ ചെല്ലുമ്പോൾ അത് എങ്ങനെ ഇരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ഫിഷിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ട്. അതിലൂടെ സ്വീറ്റ് ആകുമ്പോൾ ഫിഷിൻ്റെ സ്വീറ്റ് ഡിഫറെൻറ്റ് ഫീലാണ്, പക്ഷെ കുഴപ്പമില്ല. അത് ഫേവറേറ്റ് റോഡ് ട്രിപ്പ് സ്നാക്ക് അത് ചായ, പഴംപൊരി, അങ്ങനത്തെ സാധനങ്ങൾ. നാടൻ ഐറ്റംസ് ആണ്. ഞാൻ എപ്പോഴും നാടനാണ്. ചേട്ടന് കുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്ക് അങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കാൻ ലാലേട്ടൻ ഓൾറെഡി കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാലേട്ടന് ഒഴിച്ച് നമ്മൾ ഹെലികോപ്റ്റർ ചേട്ടന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി കുക്ക് ചെയ്ത ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്, അല്ല പുള്ളിക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കുക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാക്കിയത് കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ അടപ്പായസം വെക്കുന്നതാണ്. ചുമ്മാ തമാശയ്ക്ക് വെച്ചതാണ്, പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ തന്നെ ഡൽഹിയിലൊക്കെ പോയി ദുബായിലൊക്കെ പോയി തന്നെ ജീവിച്ചതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. നമ്മളെ ഒരു ലൈഫ് നമ്മളത് ചെയ്യാൻ നിർബന്ധിതനാക്കുമല്ലോ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നൊരു ഫുഡ്? സ്ട്രെസ്ഫുൾ ആയിട്ട് കഴിക്കാൻ തോന്നിയിരിക്കുന്നത് ജാക്ക് ഡാനിയൽസ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ജെ ഡി വിത്ത് ഹണി. അതിനൊരു കോമ്പിനേഷൻ, ഒരു സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ കൂടെ എപ്പോഴും ജെഡിയുടെ കൂടെ ഞാൻ എപ്പോഴും ഞാനൊരു മീറ്റ് ലവർ, ഒരു സീ ഫുഡ് ലവറാണ്. ജെഡിയുടെ കൂടെ എപ്പോഴും ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ബിലീഫ് പ്രകാരം ഞാൻ മുമ്പ് കഴിക്കുമായിരുന്നു, പക്ഷെ ഞാൻ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഉപേക്ഷിച്ച ഭക്ഷണമാണ് പോത്ത്. അപ്പോൾ അത് ഇഷ്ടമായിട്ട് ഉപേക്ഷിച്ചൊരു ഭക്ഷണമാണ്. അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ വാഹനമായതുകൊണ്ട് ഞാൻ അതിനെ കഴിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചേട്ടൻ അപ്കമിങ് പ്രോജക്ട്സിനെ കുറിച്ചൊന്ന് പറയാം. അപ്കമിങ് 2 പ്രോജക്റ്റാണ്. ഇപ്പം ഒമറിക്കയുടെ ബാഡ് ബോയ്സ് എന്നൊരു പടം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു ക്യാമിയോ റോളാണ്, ചെറിയ വേഷമാണ്. പിന്നെ അടുത്ത് ഭീമൻ രഘു ചേട്ടൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ഭീമൻ ബ്രദേഴ്സ്, അതിൽ 3 നായകന്മാരിൽ ഒരാളായിട്ട്. അത് എല്ലാ തടിയന്മാരുടെ പടമാണ്, വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട് തന്നെ വിളിച്ചതാണ്. ചേട്ടൻ്റെ ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? നമ്മളങ്ങനെ എനിക്കത് ഫാൻസിൻ്റെ ഒരു കാര്യം പറയുമ്പോഴാണ്, കഴിഞ്ഞ ദിവസം എനിക്കൊരു കൊളാബ് വന്നു, ഒരു വീഡിയോ എൻ്റെ ഫോണിൽ. അപ്പോൾ ഒരു പയ്യൻ, എനിക്ക് ഭയങ്കര വിഷമവും തോന്നിയതാണ്, അവനെ കാണാൻ വരുന്നതെന്ന് പറഞ്ഞു. അവനിത് ഈ ഭാഗത്തൊക്കെ കേട്ടോ പച്ച കുത്തി വെച്ചിരിക്കുകയാണ്. ഒരു വീഡിയോ കൊളാബ് റിക്വസ്റ്റ് വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്താണ് വീഡിയോ. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പയ്യൻ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കാണുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പോൾ അതുപോലുള്ള ചില ഇൻസിഡൻസ് നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്യും. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാസർഗോഡ് കഞ്ചിക്കോടുള്ളൊരു പയ്യനാണ്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം. ഞാൻ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചേട്ടാ ഞാൻ നേരിട്ട് വന്ന് പറയാം, ഞാൻ ഇതിനെ കണ്ടിട്ടില്ല, എനിക്ക് പരിചയമില്ല, ഒരു മെസ്സേജ് ഇല്ല, ഒരു SMS ഇല്ല, ഇൻസ്റ്റ തന്നെ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കൊളാബ്, ഞാൻ വീഡിയോ കൊളാബ് അക്സെപ്റ്റ് ചെയ്തു. അപ്പം എനിക്കൊന്ന് 12-ാം തീയതി മറ്റേ വേൾഡ് റെക്കോർഡ് കിട്ടുന്ന ദിവസം പുള്ളി എന്നെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അന്നറിയാം എന്താണ് സംഭവം, എന്തിനാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മളെ തിരിച്ചും നമ്മളെ എൻ്റെ മുഖമാണ് അവൻ എൻ്റെ ടാറ്റു ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് അവൻ്റെ അടുത്ത പെയിനാണ്. ടാറ്റു ചെയ്തത് വലിയ കാര്യമാവുന്നില്ല. ഒന്നാമത് എൻ്റെ മുഖം ഇച്ചിരി വലിയ മുഖമാണ്, അപ്പോൾ കുറേ സമയം എടുക്കും വരച്ചെടുക്കാനായിട്ട്. കുറേ താടിയും മുടിയും വീശിയൊക്കെ ഉള്ളതല്ലേ. സാധാരണ ഒരു മുഖമാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും, പക്ഷെ അത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു ടാറ്റു സ്റ്റുഡിയോയിൽ പോയി അവൻ ചെയ്തത്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് പറയുക, തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട്. നമ്മളിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചു തന്നു, അല്ലെങ്കിൽ ഭാര്യ ഒരു സമ്മാനം മേടിച്ചു തന്നു, അതിനേക്കാളും ഒക്കെ വളരെ ഒരു വാല്യൂ കൊടുക്കുന്ന ആ ഒരു സാധനത്തിന്.
സിനിമയിൽ ആരാണ് റോൾ മോഡൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാളുടെ പേര് പറയാൻ പറ്റും? ഇത് ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട്. ലാൽ സാറിനെയാണ് നമുക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടം. നമ്മൾ കുഞ്ഞിലെ മുതൽ കണ്ടു വളർന്ന അല്ല, എപ്പോഴാണ് ഈ ഒരു ഫിഗർ ഉണ്ടെന്ന് ആരാണ് ആദ്യം തിരിച്ചറിഞ്ഞത്, അങ്ങനെ പറഞ്ഞൊരു ഇൻസിഡന്റ്? അത് ഞാനൊരു ദിവസം മാർവേനിസിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം മീശയും ഇതൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ആ സമയത്തെ നല്ല കട്ടി മീശയും അത്യാവശ്യം താടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ബുള്ളറ്റാണ് എനിക്ക് റൈബാൻ വെച്ച് ഒരു ദിവസം നമ്മുടെ തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷൻ വഴി ബുള്ളറ്റിൽ പോയപ്പം അപ്പോൾ അവിടെ ഒരു മിമിക്രി ട്രൂപ്പിൻ്റെ ഓഫീസുണ്ട്, ഡിസ്കവറി എന്ന് പറഞ്ഞിട്ട്. അതിലാണ് സുരാജ് ചേട്ടനൊക്കെ വർക്ക് ചെയ്തത്. അതുവഴി പോയപ്പം ഒരാൾ എന്നെ സ്ഥിരം അവിടെ നിന്ന് കൈ കാണിക്കും, ഇച്ചിരി വണ്ണവും പൊക്കമൊക്കെ ഉള്ള. അപ്പോൾ ഒരു ദിവസം കൈ കാണിച്ച് നിർത്തി. ഞാൻ വണ്ടി നിർത്തി. അപ്പോൾ ഞാൻ ശരി എന്താണ്, ഞാൻ അന്ന് അത്യാവശ്യം കോളേജ് പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അന്നത്തെ കലിപ്പോലും എടുക്കാനാണ്, ഇനി വല്ല കൊട്ടേഷനാണ്. അപ്പോൾ എന്നാലും പേടിച്ച് നിർത്തി. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഡിസ്കവറിയിൽ മാനേജറാണ്, പുള്ളിയുടെ അനൂപ് എന്ന് പറഞ്ഞു. പുള്ളി അവിടെ വർക്ക് ചെയ്യണം, സ്റ്റാഫാണ് ഡിസ്കവറിയിൽ. അപ്പോൾ നമുക്ക് ട്രൂപ്പിലിടയ്ക്ക് 1-2 സാധനം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ സൗണ്ടൊക്കെ അനുകരിക്കുമായിരുന്നു. അത്രയും വലിയൊരു ഫിഗറിലോട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സൗണ്ട് അനുകരിക്കുക, ലാൽ സാറിൻ്റെ സൗണ്ട്. പിന്നെ കുറേ അന്നാണ് നമ്മൾ കോളേജ് പഠിക്കുമ്പോഴാണ് ഇന്ദ്രജിത്ത്, അവരുടെയൊക്കെ ഒരു പൃഥ്വിരാജ്, ഇവിടെയൊക്കെ ഒരു താരോദയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സൗണ്ട് അല്ലെങ്കിൽ ഒരുപാട് പഴയ ആൾക്കാർ, സുകുമാരൻ സാറ്, ഇന്ദ്രജിത്തിൻ്റെ സൗണ്ട് വന്ന് ഇന്ദ്രജിത്തിൻ്റെ സൗണ്ട്. അപ്പോൾ മീശമാധവൻ കേൾക്കാനൊരു സ്റ്റൈലൊക്കെ ഉണ്ട്. ഇനി കാണുമ്പോൾ ഈ മീശ ഇങ്ങനെ പിരിച്ചു വെച്ചേക്കരുത്, വടിച്ചേച്ച് വരണം കേട്ടോടാ. അതാണ് മിമിക്രിയിൽ ആരാണ് ഗുരു ചേട്ടൻ? നമ്മൾ ഈ കേട്ട് പഠിച്ചതാണ്. ഇപ്പോൾ ഈ ഇന്ദ്രജിത്തിന് ഞാൻ ഒരേ സമയം ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, സുകുമാരൻ സാറ്, പുള്ളിയുടെ ഫാദർ. അത് സുകുമാരൻ സാറിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എടുക്കാൻ ഏറ്റവും ഇന്ദ്രജിത്തൊക്കെ വളരെ കുറച്ചും കൂടെ എളുപ്പമെന്ന് വേണം പറയാൻ. ഭയങ്കര പാടുള്ള കുറേ സൗണ്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ കൂടുതലും കാണുന്നത് സുരാജ് ചേട്ടൻ ട്രൂപ്പിൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഈസി ആയിട്ട്. ഏത് സൗണ്ടും നമുക്കിപ്പോൾ ഒരു ഓർഡറിൽ എടുത്ത് പോയില്ലെങ്കിൽ വേറെ സൗണ്ട് വരത്തില്ല. ഇപ്പോൾ സുകുമാരൻ സാറിൻ്റെ സൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ സൗണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ത്രോട്ട് കുറേ ഇതാവും. പുള്ളിക്ക് ഏത് സൗണ്ട് എപ്പോൾ എടുക്കാൻ പറ്റുന്നതിൽ എടുക്കാൻ പറ്റും, അത്രയും സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ചേട്ടാ, ലാലേട്ടൻ്റെ ഒരു പാട്ട് കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ഷോ? ഞാൻ ലാസ്റ്റ് ഇപ്പം മൈജിയുടെ ഇനോഗ്രേഷൻ മഞ്ജു ചേച്ചിയായിട്ട് ഒരുമിച്ച് സ്റ്റേജിലൊരു പാട്ട് പാടാൻ പറ്റി. അതിലൊരു 2 വരി. അല്ല, എനിക്കൊന്ന് അവർ രണ്ടുപേരും പാടിയ പാട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടില്ല, കണ്ണും തേടിയൊളിഞ്ഞു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സു നിറയെ മനം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടില്ല, കണ്ണും തേടിയൊളിഞ്ഞു കണ്ടില്ല. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇത്രയും തിരക്കിട്ട സമയത്തിനിടയിൽ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. അപ്പം വീണ്ടും കാണാം നമുക്ക്. താങ്ക് യു സോ മച്ച്.